മൊഡ്യൂൾ 4 തന്നെ തിയറി പോർഷൻസ് നമ്മൾ നേരത്തെ ഓഡിയോയ്ക്കകത്ത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതെന്ന് വെച്ചാൽ കുറച്ച് വർക്ക്സിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഹാംലെറ്റിൽ ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ള സെളിലൊക്കെയാണ് നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഹാംലെറ്റിൻ്റെ സ്റ്റോറിയും ക്യാരക്ടേഴ്സിൻ്റെ പേരും പറഞ്ഞിട്ട് വാട്ട് ഇസ് സൊള്ളക്കി ആൻഡ് ദെൻ കോണ്ടെക്സ്റ്റ് ഓഫ് ദി എബവ് സൊള്ളക്കി നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്, പിന്നെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ അങ്ങനെ നോക്കാം. അപ്പോൾ ഹാംലെറ്റ് എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയർ എഴുതിയ ഒരു ട്രാജഡിയാണ്, റിട്ടൺ അറൗണ്ട് 1600. ഈ സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്നത് ഡെൻമാർക്ക് എന്നുള്ള സ്ഥലത്താണ്. പ്രിൻസ് ഹാംലെറ്റ്, അതായത് കിങ് ഹാംലെറ്റും ഉണ്ട് പ്രിൻസ് ഹാംലെറ്റും ഉണ്ട്. കിങ് ഹാംലെറ്റിൻ്റെ മകനെ പ്രിൻസ് ഹാംലെറ്റ് എന്നാണ് വിളിക്കുന്നത്, രാജകുമാരൻ. പ്രിൻസ് ഹാംലെറ്റ് ആണ് മെയിൻ ക്യാരക്ടർ. ആൻഡ് അദ്ദേഹം ഡെൻമാർക്കിലെത്തി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം, അതായത് അച്ഛൻ മരണപ്പെട്ടു, അതറിഞ്ഞുകൊണ്ട് ഡെൻമാർക്കിലെത്തി. അപ്പോൾ അച്ഛനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ കിങ് ഹാംലെറ്റ് ആണ്. സോ ഹി ഈസ് ഗ്രീവിങ് ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ. അമ്മയുടെ പേര് ക്യൂൻ ഗെർട്രൂഡ് എന്നാണ്. ഷീ ക്വിക്ലി മാരീസ് ഹാംലെറ്റിൻ്റെ അങ്കിൾ, അതായത് ക്ലോഡിയസിനെ പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ. അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ മരണത്തോട് ശേഷം പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിൻ്റെ തന്നെ ബ്രദറിനെ വേഗം കല്യാണം കഴിക്കുവാണ്. ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ പേര് അല്ലെങ്കിൽ ഹാംലെറ്റിൻ്റെ അങ്കിളിൻ്റെ പേര് ക്ലോഡിയസ് എന്നാണ്. ക്ലോഡിയസ് ആണ് ഇപ്പോൾ രാജാവ്. അപ്പോൾ ഹാംലെറ്റ് ശരിക്കും പറഞ്ഞാൽ ക്ലോഡിയസിനെ സസ്പെക്ട് ചെയ്യുവാണ് ഫോർ മർഡറിങ് ഹിസ് ഫാദർ. അച്ഛനെ കൊന്നത് അങ്കിളാണോ എന്നുള്ള സസ്പീഷ്യനിൽ നിൽക്കുവാണ്. ആ സമയത്ത് കിങ് ഹാംലെറ്റിൻ്റെ ഗോസ്റ്റ് ആരെ വിസിറ്റ് ചെയ്യുന്നു? പ്രിൻസ് ഹാംലെറ്റിനെ വിസിറ്റ് ചെയ്യുന്നു. ആൻഡ് റിവീൽസ് ടു ഹാംലെറ്റ് ദാറ്റ് ക്ലോഡിയസ് അദ്ദേഹത്തിനെ പോയിസൺ ചെയ്ത്, ചെവിക്കകത്ത് പോയിസൺ ചെയ്ത് കൊന്നതാണെന്ന് പറയുന്നു. ആൻഡ് ഗോസ്റ്റിന് റിവെഞ്ച് ഡിമാൻഡ് ചെയ്യുന്നു. ഗോസ്റ്റ് റിവെഞ്ച് എടുക്കണം എന്ന് പറയുവാണ് മകൻ്റെ അടുത്ത്. ഹാംലെറ്റ് പക്ഷേ ഭയങ്കര ഗോസ്റ്റ് വന്ന് പറഞ്ഞേ ഇല്ലേ, അതൊരു അപ്പാരിഷൻ ആണല്ലോ, അപ്പോൾ അത് സത്യമാണോ റിയൽ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന് അതങ്ങോട്ട് ഉറപ്പിക്കാൻ വയ്യ. പക്ഷേ എന്നാലും ക്ലോഡിയസിനെ അദ്ദേഹത്തിന് അങ്ങോട്ട് പറ്റുന്നില്ല. അമ്മയുടെ അടുത്ത് വെറുപ്പ് തോന്നുന്നു. അപ്പോൾ ഹാംലെറ്റ് ഈ ഒരു ഡൗട്ടൊക്കെ കൊണ്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഹി ഫിയേഴ്സ് ഡെത്ത്. ഹാംലെറ്റിന് സ്വന്തമായിട്ട് ഡെത്തിനെ പേടിയുമാണ്. അപ്പോൾ ക്ലോഡിയസിൻ്റെ ഗിൽറ്റ്, അതായത് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹാംലെറ്റ് ഒരു ദ മൗസ് ട്രാപ്പ് എന്നുള്ളൊരു പ്ലേ സെറ്റ് ചെയ്യുവാണ്. അതായത് ഒരു നാടകം പോലെ ഈ സംഭവങ്ങളുണ്ടല്ലോ ചെവിയിൽ, അതായത് നമ്മുടെ അച്ഛൻ രാജാവ് അമ്മയുടെ മടിയിൽ കിടന്നപ്പോൾ, ഗാർഡനിൽ കിടന്നപ്പോൾ ഈ ക്ലോഡിയസ് വന്നിട്ടാണ് ചെവിയിൽ മരുന്നൊഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് പോയിസൺ ഒഴിച്ചു കൊടുത്ത് മരിച്ചു പോകുന്നത്. ഇതേ ഇൻസിഡൻസ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് ഹി ആക്ച്വലി സെറ്റ്സ് എ പ്ലേ ഇൻ ഫ്രണ്ട് ഓഫ് ആരുടെയൊക്കെ മുമ്പിൽ, ഗെർട്രൂഡിൻ്റെ മുമ്പിലും ക്ലോഡിയസിൻ്റെ മുമ്പിലും ഹാംലെറ്റ് തന്നെ ഒരു പ്ലേ അങ്ങ് സെറ്റ് ചെയ്യുവാണ്. അതിൻ്റെ പ്ലേയുടെ പേര് ദ മൗസ് ട്രാപ്പ്. അതായത് ടു ഫൈൻഡ് ഔട്ട് വെദർ ക്ലോഡിയസ് ആൻഡ് ഗെർട്രൂഡ് ആർ ദി കില്ലേഴ്സ് ഓർ നോട്ട്. അപ്പോൾ അവിടെ വെച്ച് ഈ പ്ലേ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഹാംലെറ്റിനെ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവും ഇവർ തന്നെയാണെന്ന്. കാരണം അവരുടെ മുഖവും എല്ലാം മാറും, ഇമോഷൻസ് എല്ലാം മറിയും. അതായത് ഇവർ ഒരു വല്ലാത്തൊരവസ്ഥയിലെത്തും. അപ്പോൾ ഹാംലെറ്റ് ആക്സിഡൻ്റലി ഈ രാജാവ് ക്ലോഡിയസിൻ്റെ അഡ്വൈസറായിട്ടുള്ള പൊളോണിയസിനെ കൊല്ലും. അപ്പോൾ ഹാംലെറ്റ്, ഈ പൊളോണിയസിൻ്റെ മകളായിട്ടുള്ള ഒഫീലിയയ്ക്ക് ഹാംലെറ്റിനോട് ഒരു ചെറിയ ഇഷ്ടമുണ്ട്. വിച്ച് ലീഡ്സ് പൊളോണിയസിൻ്റെ ഡോട്ടറായിട്ടുള്ള ഒഫീലിയ എന്ത് ചെയ്യും? മാഡാവും. അവൾ എന്ത് ചെയ്യും? സൂയിസൈഡ് പോയി ചെയ്യും, ഡ്രൗൺ ചെയ്യും. ലയേർട്ടസ്, ഒഫീലിയയുടെ ബ്രദറായിട്ടുള്ള ലയേർട്ടസ് എന്ത് ചെയ്യും? ഹാംലെറ്റിനെതിരെ റിവെഞ്ച് എടുക്കും. അപ്പോൾ ലാസ്റ്റ് ക്ലൈമാറ്റിക് എപ്പിസോഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആക്ടിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈനൽ ഡുവൽ നടക്കുവാണ് ലയേർട്ടസും ഹാംലെറ്റും തമ്മിൽ. അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്വോർഡ്, അതായത് വാള് പോയിസൺ ചെയ്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നത്. രണ്ടുപേരും എന്ത് ചെയ്യും? മരിക്കും. ക്യൂൻ ഗെർട്രൂഡ് അതായത് പോയിസൺ കുടിച്ച് മരിക്കും. ഹാംലെറ്റ് ഫൈനലി ക്ലോഡിയസിനെ കൊല്ലും ബിഫോർ ഡൈയിങ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ടിൻബ്രാസ്, അതായത് നോർവേ പ്രിൻസ് ഇവിടെ എത്തി ഡെൻമാർക്കിൻ്റെ കൺട്രോൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് എല്ലാവരും മരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഈ ഹാംലെറ്റ് പറയുന്ന അതായത് ആക്ട് 3 സീൻ 1 പറയുന്ന ഒരു സളിലോക്കിയാണ്. അതായത് സളിലോക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊരു ക്യാരക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്കൊരു ക്യാരക്ടർ എന്താണ് അയാളുടെ ഇന്നർ തോട്ട്സും ഫീലിങ്സും എല്ലാം നിന്ന് സംസാരിക്കുന്നു ഒറ്റയ്ക്ക്. അപ്പോൾ അങ്ങനെ ഒരു സൊള്ളോക്കിയാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ളത്. അപ്പോൾ സൊള്ളോക്കി ഒരു ഡ്രമാറ്റിക് ഡിവൈസാണ്, ഡ്രാമയിൽ യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. വേറെ ക്യാരക്ടർ സ്പീക്സ് ദെയർ തോട്ട്സ് എലൗഡ്, വളരെ ഉറക്കെ സംസാരിക്കുന്നു. അത് ഓഡിയൻസിന് മാത്രമേ കേൾക്കാൻ പറ്റൂ. അപ്പോൾ കീ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇന്നർ തോട്ട്സ് റിവീൽ ചെയ്യാനാണ്. അപ്പോൾ ഓഡിയൻസിന് ഇയാളുടെ ക്യാരക്ടറിൻ്റെ മൈൻഡിലുള്ള തോട്ട്സിനെ കുറിച്ച് അറിയാൻ സാധിക്കും. പിന്നെ ഇയാളുടെ മൈൻഡിലുള്ള ഫിയേഴ്സ്, ഡിസയേഴ്സ്, കൺഫ്യൂഷൻസ് ഇതെല്ലാം അറിയാൻ സാധിക്കും. ഒരു സെൽഫ് റിഫ്ലക്ഷനാണ് അവിടെ ഹാപ്പൻ ചെയ്യുന്നത്. വേറെ ഒരു ക്യാരക്ടറും ഇത് കേൾക്കുന്നില്ല. സോ ഒരു ഡയലോഗ് പോലെയല്ല ഈ ഒരു സളിലോക്കി എന്ന് പറയുന്നത്, ഒരു മോണലോഗ് പോലെയാണ്. ഒരാൾ ഒറ്റയ്ക്ക് നിന്നങ്ങ് സംസാരിക്കും ഉറക്കെ. ക്യാരക്ടറിൻ്റെ ആ ഒരു ഡെപ്തിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ
ഇവിടെ ഉദാഹരണത്തിനെന്ന് വെച്ചാൽ ഹാംലെറ്റിന് എന്തോ ചെയ്യണം, ക്ലോഡിയസിനെ കൊല്ലണോ വേണ്ടയോ, ഈ ഗോസ്റ്റ് വന്ന് പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നുള്ള ഒരു ഇൻഡിസിഷനിൽ നിൽക്കുവാണ്. അയാൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അയാളൊരു ഡിലമയിൽ നിൽക്കുവാണ്, ഒരു കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. അയാളുടെ ഫിയർ, ഇൻ്റലിജൻസ്, ഡിലമ, കൺഫ്യൂഷൻ എല്ലാം ഈ ഒരു സെളിലോക്കിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹാംലെറ്റ് 3rd ആക്ടിലാണ് പറയുന്നത്, സീൻ 1-ൽ. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ സെളിലോക്കിയാണ് ഇതിനകത്ത് ഈ ഒരു സെളിലോക്കി, ടു ബി ഓർ നോട്ട് ടു ബി, വളരെ ഫേമസ് ആണ്. ലൈഫിനെ കുറിച്ചും ഡെത്തിനെ കുറിച്ചും ഇദ്ദേഹം പോണ്ടർ ചെയ്യുവാണ്. ഹീസ് ഡീപ്ലി പിന്നെ എന്താണ് ട്രബിൾഡ് അബൌട്ട് ലൈഫ് ആൻഡ് ഡെത്ത്. അപ്പം ജീവിക്കണോ വേണ്ടയോ, ടു ലിവ് ഓർ ടു ഡൈ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണിത് അദ്ദേഹം ഈ ഒരു സോളിലോക്കി പറയുന്നത്. സൂയിസൈഡ് വേണോ അതോ പിന്നെ എന്താണ് ഡെത്തിന് ആഫ്റ്റർ ഡെത്ത് എന്താണ് ഹാപ്പൻ ചെയ്യുന്നത്, എങ്ങനെ ലൈഫ് പോകും എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇദ്ദേഹം. അപ്പോൾ ഹാംലെറ്റിൻ്റെ ആ ഒരു ഫിലോസഫി റിവീൽ ചെയ്യുവാണ്, ഫിലോസഫിക്കൽ നേച്ചർ റിവീൽ ചെയ്യുവാണ്. ആഫ്റ്റർ ലൈഫിനെ കുറിച്ചുള്ള ഫിയർ, ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ലല്ലോ, ഇദ്ദേഹം ഇങ്ങനെ ആക്ഷൻ പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിനെയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഹാംലെറ്റിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഫ്ലോ എന്ന് പറയുന്നത് അതേ കാര്യങ്ങൾ ഡിലേ ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ മോർട്ടാലിറ്റി, സഫറിങ്, അൺസർട്ടനിറ്റി, ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൊളിലോക്കിക്കകത്ത് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലൈനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അതാണ് ഫസ്റ്റ് ലൈൻ. അതായത് ഹാംലെറ്റ് പറയുവാണ് ജീവിക്കണോ വേണ്ടയോ, ടു ബി ഓർ നോട്ട് ടു ബി എന്ന് വെച്ചാൽ ടു ലിവ് ഓർ ടു ഡൈ, അതാണ് ശരിക്കും പറഞ്ഞ ക്വസ്റ്റ്യൻ. അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സിസ്റ്റൻസ് വേണോ അതോ നോൺ എക്സിസ്റ്റൻസ് ആണോ ബെറ്റർ ലൈഫിൽ, അതോ മരിക്കണോ ജീവിക്കണോ ഏതാണ് ബെറ്റർ. വെദർ ഇറ്റ് ഇസ് നോബ്ലർ ഇൻ ദ മൈൻഡ് ടു സഫർ ദ സ്ലിങ്സ് ആൻഡ് ആരോസ് ഓഫ് ഔട്ട്റേജസ് ഫോർച്യൂൺ. അതായത് ഈ ലൈഫിലെ ഹാർഡ്ഷിപ്സ്, അത് ബാഡ് ലക്ക് ആവാം, മിസ്ഫോർച്യൂൺ ആവാം, പെയിൻ ആവാം, അല്ലേ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിലെ ഹാർഡ്ഷിപ്സ് എൻഡ്യൂർ ചെയ്ത്, അതായത് സഫർ ചെയ്ത് ജീവിക്കുന്നത് അത്രയ്ക്ക് ഓണറബിൾ ആയിട്ടുള്ള കാര്യമാണോ, അതോ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്, അതോ റെസിസ്റ്റ് ചെയ്ത് സഫറിങ്ങിനെ എൻഡ് ചെയ്ത് സൂയിസൈഡ് ചെയ്ത് അങ്ങ് മരിക്കുന്നതാണോ നല്ലത്, ലൈഫിൽ വരുന്ന പ്രോബ്ലംസിനെ ഫേസ് ചെയ്യണോ അതോ അങ്ങ് മരിക്കുന്നതാണോ നല്ലത്, പെട്ടെന്ന് തന്നെ ഈ സഫറിങ്സ് എല്ലാം എൻഡ് ചെയ്ത് പിന്നെന്താണ് ടു ഡൈ ബൈ സൂയിസൈഡ്, അത് വേണോ എന്നാണ് ചോദിക്കുന്നത്. ഡെത്ത് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സ്ലീപ്പായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഡെത്ത് ഇസ് ലൈക്ക് എ സ്ലീപ്പ്. സ്ലീപ്പ് എന്ന് പറയുന്നത് എല്ലാ ഹ്യൂമൻ സഫറിങ്ങിനെ എൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ അതൊന്നും വരത്തില്ല, സഫറിങ്ങോ പെയിനോ മിസറീസോ ഒന്നും വരത്തില്ല. അപ്പം ഡെത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ലീപ്പാണ്. അപ്പോൾ ഡെത്ത് മരിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലതെന്നുള്ള രീതിയിൽ സംസാരിക്കുവാണ്. ദാറ്റ് വുഡ് ബി എ പീസ്ഫുൾ ആൻഡ് ഡിസൈറബിൾ എൻഡിങ്. അതായത് ഉറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്, ഡെത്തിനകത്ത് ഡെത്ത് എന്ന് പറയുന്ന ഒരു സ്ലീപ്പ് പോലെയാണ്. സ്ലീപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമവും ഇല്ല. സോ അതല്ലേ നല്ലതെന്ന് ആര് പറയണം, അതൊരു പീസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു എൻഡിങ് അല്ലേ സ്ലീപ്പ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെയാണ് ഡെത്ത് എന്നും ആര് പറയുവാണ്, ഹാംലെറ്റ് പറയുവാണ്. ബട്ട് ഇൻ ദാറ്റ് സ്ലീപ്പ് ഓഫ് ഡെത്ത് വാട്ട് ഇഫ് ദെയർ ആർ ഡ്രീംസ്. ഇനി നമ്മൾ ഉറങ്ങുവാണ്, പക്ഷേ അതിനകത്ത് നമ്മൾ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടാലോ, നമ്മുടെ വിഷമങ്ങൾ വീണ്ടും നമ്മൾ സ്വപ്നങ്ങൾ കണ്ടാലോ, ഡ്രീംസ് കണ്ടാലോ, അതാണ് ട്രബിളിംഗ് ആയിട്ട് വരുന്നത്. ഈ ഒരു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ, അതാണ് ട്രബിളിംഗ്. എന്ത് വേണം എന്നുള്ള ഈ ഒരു അൺസർട്ടനിറ്റി. ഉറങ്ങിക്കഴിഞ്ഞാൽ, ഉറങ്ങുന്നതെന്ന് വെച്ചാൽ മനുഷ്യർ കിടന്ന് ഉറങ്ങുന്നതെന്ന് വെച്ചാൽ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഉറങ്ങുന്നു, സഫറിങ്സിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഉറങ്ങുന്നു. ഉറങ്ങുന്നതിനകത്ത് നമ്മൾ ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമല്ലേ എന്നാണ് ആര് ചോദിക്കുന്നത്, ഹാംലെറ്റ് ചോദിക്കുന്നത്. ദെൻ നോബഡി നോസ് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഡെത്ത്, അല്ലേ. ഈ ഒരു അൺസർട്ടനിറ്റിയാണ് നമ്മളെ ഹെസിറ്റേറ്റ് ചെയ്തത്. ഈ അഥവാ മരിച്ചു കഴിഞ്ഞാലോ ആഫ്റ്റർ ഡെത്ത് എന്താണ് ഹാപ്പൻ ചെയ്യുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല, ആരും വന്ന് പറഞ്ഞു തന്നിട്ടുമില്ല. സോ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിനെ ട്രബിൾ ചെയ്യുന്നുണ്ട്. ആ ഒരു തോട്ടും ജീവിതത്തിലുള്ള സഫറിങ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മരിക്കുന്നു. ഇനി അഥവാ മരിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ ലൈഫിൽ എന്താണ് ഹാപ്പൻ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല. സോ അതും അൺസർട്ടൻ ആണ്. ഫിയർ ഓഫ് ദി അൺനോൺ ആണ് എന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ലല്ലോ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ലൈഫ് എന്നുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് ആ അൺനോണിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല, അതിനെ നമുക്ക് പേടിയാണ്. വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ലൈഫ്, അതാണല്ലോ ആളുകൾ മരിക്കാൻ പേടിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ. സോ അതിലും നല്ലതാണ്. അപ്പോൾ അൺനോണിനെ പേടിക്കുന്നത് കൊണ്ടാണ് ആളുകൾ ലൈഫിൽ കണ്ടിന്യൂ ചെയ്ത് സഫർ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നത്. ദെൻ പിന്നെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ പക്ഷേ ലൈഫിലെ ഇൻജസ്റ്റിസിനെ എല്ലാവരും ടോളറേറ്റ് ചെയ്ത് ജീവിക്കുന്നത്. ലൈഫിനെ ഇൻജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഒപ്രഷൻ, അറഗൻസ്, ലവിലുള്ള റിജക്ഷൻ, ജസ്റ്റിസ് കിട്ടാനുള്ള ആ ഒരു സ്ലോ, കറപ്ഷനുണ്ട്, പിന്നെ ഗുഡ് പീപ്പിളിൻ്റെ ആ ഒരു ഹ്യൂമിലിയേഷൻ, ഇതൊക്കെ എന്തിനാണ് ശരിക്കും പറഞ്ഞ ആളുകൾ ടോളറേറ്റ് ചെയ്യുന്നത്? ഇതെല്ലാം ഇൻജസ്റ്റിസ് ആണ്. ഇതെല്ലാം എന്തിനാണ് ടോളറേറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ഒരു ഡാഗറിൽ, ഒരു ചെറിയ കത്തിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈഫിനെ അങ്ങ് എൻഡ് ചെയ്യാം. പിന്നെ എന്തിനാണ് ആളുകൾ ഈ ആവശ്യമില്ലാത്ത ഇൻജസ്റ്റിസ് ഒക്കെ ലൈഫിൽ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വൈ വുഡ് പീപ്പിൾ ക്യാരി ലൈഫിൻ്റെ ബേർഡൻസ് ആൻഡ് സ്ട്രഗിൾ എന്തിനാണ് ചെയ്യുന്നത്, സഫർ എന്തിനാണ് ചെയ്യുന്നത് ഓരോ ദിവസവും?
എക്സെപ്റ്റ് ഫോർ ദ ഫിയർ ഓഫ് ദി ആഫ്റ്റർ ലൈഫ്. അവർ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിക്കാതെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ലൈഫിനെ കുറിച്ചുള്ള പേടി. കാരണം ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെത്തിനെ നമ്മുടെ ഹാംലെറ്റ് അൺഡിസ്കവേർഡ് കൺട്രി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അൺനോൺ പ്ലേസ്. അത് നമ്മൾ ആരും ഡിസ്കവർ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലമാണ് ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നത്. ആരും റിട്ടേൺ ചെയ്തിട്ടുമില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. സോ അതുകൊണ്ടാണ് ആളുകൾ ഇവിടെ സഫർ ചെയ്ത് നിൽക്കുന്നതെന്നാണ് ആര് പറയുന്നത്? ഹാംലെറ്റ് പറയുന്നത്. സോ ദിസ് ഫിയർ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രബിളിനെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ ഒരു മോൾഡ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് റിസ്കിങ് അൺനോൺ വൺസ് ആഫ്റ്റർ ഡെത്ത്, അതായത് അൺനോൺ പ്ലേസ് പോയി, അല്ലെങ്കിൽ നമ്മൾ മരിച്ചിട്ട് അൺനോൺ പ്ലേസിൽ പോയിട്ട് നമ്മൾ റിസ്ക് എടുത്ത് പോവാം എന്നുള്ളൊരു തോട്ട് ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അൺനോൺ പ്ലേസിൽ എന്താണ് ഹാപ്പൻ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾ ഇത്രയും റിസ്ക് എടുത്ത് ഇതെല്ലാം സഫർ ചെയ്ത് ജീവിക്കുന്നതെന്നാണ് ഹാംലെറ്റ് പറയുന്നത്. ഓവർ തിങ്കിങ്ങും ഫിയറും നമ്മുടെ കറേജിനെ വീക്കൻ ചെയ്യും. അത് നമ്മുടെ ഹാംലെറ്റിൻ്റെ എക്സാമ്പിളിൽ തന്നെ ഉണ്ട്. ആ ക്ലോഡിയസിനെ പോയി റിവെഞ്ച് എടുക്കുന്നതിന് പകരം എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, ഓവർ തിങ്ക് ചെയ്ത് കാര്യങ്ങൾ ഡിലേ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ സെളിലൊക്കെയൊക്കെ പറയുന്ന സമയത്ത് പോയി അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ആക്ച്വലി ആക്ട് ഓൺ ദിസ് ഇഷ്യൂ. പക്ഷേ ഇദ്ദേഹം ചെയ്യുന്നില്ല. ഓവർ തിങ്കിങ്ങും ഫിയറുമാണ് കറേജിനെ വീക്കൻ ചെയ്യുന്നത്. സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രോങ് ഡിറ്റർമിനേഷനെയും വീക്കൻഡ് ആക്കും എന്നാണ് പറയുന്നത്. കാരണം ഓവറായിട്ട് നമ്മൾ ടൂ മച്ച് തിങ്കിങ് ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള കറേജ്, ഡിറ്റർമിനേഷൻ ഇതെല്ലാം എന്തായി മാറും എന്നാണ് പറഞ്ഞേക്കുന്നത്? വീക്കൻഡ് ആയി മാറും. ആൻഡ് ബിഗ് പ്ലാൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആക്ഷൻസ് ആ സമയത്ത് എന്ത് പറ്റും? അതിൻ്റെ മൊമെൻറ്റം ലൂസ് ചെയ്ത് അത് ഫെയിൽ ആവും. ബിക്കോസ് ഫിയറും ഹെസിറ്റേഷനും അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ആണ് അതിനെ ഡൈവേർട്ട് ചെയ്ത് മാറ്റുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്ലാൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ഷൻസും നമുക്കങ്ങനെ ലൂസാവുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.